അപ്പോൾ എൻ്റെ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു എയർ ഫ്രഷ്നർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കുന്നത്. അടിപൊളിയായിട്ടൊരു എയർ ഫ്രഷ്നറാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുമ്പോൾ അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ബാക്കിയുള്ള കേസൊക്കെ നോക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, ഇതെങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. പൊട്ടിക്ക് അടിപൊളിയായിട്ടാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ കൊടുക്കണം. നല്ല മനോഹരമായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സാധനം ഉള്ളത്. ഇതെങ്ങനെ വീണാലും പൊട്ടാത്ത രീതിക്കാണ് പാക്ക് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളെ എയർ ഫ്രഷ്നർ ഇപ്പോൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ കവറിൽ നിന്ന് നമ്മൾ നേരെ പുറത്തോട്ട് എടുക്കുകയാണ്. നമ്മളിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ എയർ ഫ്രഷ്നർ. ഇത് സോളാറിൻ്റെയാണ്. അപ്പോൾ സോളാർ വെട്ടം ഇതിൽ വരുമ്പോൾ ഇത് ബാറ്ററി ഒന്നിൻ്റെ കാര്യമില്ല. സോളാർ ആയതുകൊണ്ട് തന്നെ സോളാറിൻ്റെ വെട്ടം ഇത് അടിക്കുമ്പോൾ ഇത് കിടന്ന് കറങ്ങും. കറങ്ങണ സമയത്ത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ അകത്താണ് നമ്മളതിൻ്റെ ലിക്വിഡും കാര്യങ്ങളും വീത്തി കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇത് അതിൻ്റെ ഡബിൾ ടേപ്പാണ്. ഇത് ഒട്ടിച്ച് വെക്കാനുള്ള ഡബിൾ ടേപ്പാണ്. ഇത് നമ്മളെ വണ്ടിയിൽ നിന്ന് വീണെന്ന് പോകാതെ അതിൻ്റെ ഡാഷ്ബോർഡ് ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ലിക്വിഡ് വീത്തുന്ന ഒരു നമ്മളെ നാട്ടിലെ തിരുവളയം കണക്ക്, അതായത് നമ്മളെ വളയം കണക്കിരിക്കുന്ന ഒരു സാധനം കിട്ടും ഇതിൻ്റെ കൂടെ. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്താണ് നമ്മളെ ലിക്വിഡ് വീത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മളെ ലിക്വിഡ് പിടിച്ചിരിക്കുന്നത്. സ്പോഞ്ച് കണക്കൊരു സാധനമാണ്. നമ്മളിപ്പോൾ ലിക്വിഡ് വീത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം. നമ്മളാ സ്പ്രേ നമ്മളതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കണക്ക് എടുത്ത് തിരിച്ചങ്ങ് ഇട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഇടുന്ന കാണാൻ ചേരാം. ഇത് കണക്ക് കറക്റ്റ് സെൻറ്ററിൽ ആ ഗ്രൂവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇത് എവിടെയെന്ന് വെച്ചാൽ ഒട്ടിച്ച് വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ഒരു പോളിറ്റീൻ്റെ കവറുണ്ട്. നമ്മളെ സോഡയിൽ വർക്കാവാതിരിക്കാനുള്ള, ഇങ്ങനെ നമ്മൾ പാക്കിങ്ങിലെങ്ങും അത് കിടന്ന് കറങ്ങി ഇല്ലാതാതിരിക്കാനുള്ള കവറുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു പോളിറ്റീൻ കവർ. അത് ഇതിനക്ക് കീറിയങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ എടുത്ത് കളയും കണക്ക് ഇതിനൊക്കെ നിങ്ങൾ കീറിയങ്ങ് എടുത്ത് കളഞ്ഞാൽ അത് ഇളവിയങ്ങ് പോകും. ഇതിന് ശേഷം നമ്മൾ വെയിലത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായിട്ട് അതിൻ്റെ സ്മെല്ലും വരും. അതിനൊക്കെ ഇതിനൊക്കെ കറങ്ങി ഞാൻ ഇപ്പോൾ വെയിലത്തോട്ട് വയ്ക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ വെയിലത്ത് നിന്ന് മാറി റൂമിൽ നമ്മളെ ഗ്യാരേജിലോട്ട് പോകുന്ന സമയത്ത് വെയിലില്ലാതെ നിന്നിട്ടുണ്ട്. അതിനൊക്കെ നേരെ നമ്മൾ വെയിലത്തോട്ട് പോകുമ്പോൾ ഇത് താഴെ കറങ്ങുന്നതാണ്. നമ്മളിപ്പോൾ ഡബിൾ ടേപ്പ് പൊട്ടിച്ച് നമ്മളെ വണ്ടിയിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര വെളിയിൽ നിന്ന് വിയർത്തൊന്ന് വണ്ടി കയറിയാലും വണ്ടിയിലകത്ത് വിയർപ്പിൻ്റെ മണം വരത്തില്ല. ഇതിൻ്റെ നല്ല വാസനയാണ്. അപ്പം നിങ്ങളെ വണ്ടിയിലേക്ക് ഇതൊന്ന് മേടിച്ച് ഫിറ്റ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് മണമുള്ള നമ്മളൊരു എയർ ഫ്രഷ്നറാണ് സോളാറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. അല്ലെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.